ഏകദേശം 12 മണിയായിരുന്നു. അതുമുതൽ 3 മണിവരെ ദേശമാകമാനം അന്ധകാരത്തിലാണ്. സൂര്യന്റെ പ്രകാശം നിലച്ചു. ദേവാലയത്തിലെ തിരശീല നെടുക കീറിപ്പോയി. പിതാവേ, തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഉച്ചശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് യേശു പ്രാണൻ വെടിഞ്ഞു. ഈ സംഭവം കണ്ടുനിന്ന ശതാധിപൻ അതിൽ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. നിശ്ചയമായും ഈ മനുഷ്യൻ നീതിമാനായി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ കണ്ടതുപോലെ ദുഃഖവെള്ളി ദിവസമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പീഡാനുഭവ സ്മരണയിൽ യേശുദേവനെ ഓർത്ത് വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗ സ്മരണകൾ ഇരമ്പുന്ന ദിവസമാണ്. ഈ ദിവസം വാർത്തകൾക്ക് പക്ഷേ യാതൊരു കുറവുമില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ രാവിലെ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ സിനിമ സ്റ്റൈൽ എസ്കേപ്പ് അതുമായിട്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷൈൻ ആകട്ടെ ഈ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെ അടക്കം പരിഹസിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഏത് വഴിയാണ് ചാടിയത്, എങ്ങോട്ടാണ് പോയത് എന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഓരോ ചാനലിൽ ഇപ്പം ന്യൂസ് 18 കേരളത്തിൽ ഉൾപ്പെടെ ഓരോരുത്തരെയും ടാഗ് ചെയ്തുകൊണ്ട് ഷൈൻ്റെ സ്റ്റോറികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലൊക്കെ ഇങ്ങനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പല പല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദിവ്യ അയ്യർ IAS-ഉമായി ബന്ധപ്പെട്ടാണ്. ഡോക്ടർ ദിവ്യ നടത്തിയ ഒരു പ്രശംസ അത് വലിയ വിവാദമായി. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി വൈകി ദിവ്യയുടെ ഒരു മറുപടി വന്നിട്ടുണ്ട്. ഇത് പാതയല്ല, ജീവിത പാതയാണ്, ഇത് ആദ്യമായല്ല താൻ ചെയ്യുന്നതെന്നാണ് ദിവ്യ വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും അത് ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറുന്നു. പ്രത്യേകിച്ച് ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് KS ശബരിനാഥൻ ഒരു കോൺഗ്രസ് നേതാവായ സാഹചര്യത്തിൽ. അങ്ങനെ പല പല വാർത്തകളുണ്ട്. നമുക്കതൊക്കെ വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ട്. ഓടിപ്പോയ ഷൈൻ ടോം ചാക്കോ കാണാമറയത്ത്. ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. പരിശോധനാ വിവരം ചോർന്നതിന് പിന്നിൽ ഹോട്ടൽ ജീവനക്കാരുടെ പങ്കും അന്വേഷിക്കും. വിൻസി അലോഷ്യസിന്റെ പരാതി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച പരിഗണിക്കും. പീഡാനുഭവ സ്മരണകൾ ഉണർത്തിയുന്ന ദുഃഖവെള്ളി. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങ്. വിമർശനങ്ങളെ പരിഹസിച്ച് ഡോക്ടർ ദിവ്യ എസ് അയ്യർ. മഴ പെയ്ത് കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ ചിലരുടെ പുലമ്പലെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ്. ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് പതിവാണെന്നും വിശദീകരണം. അമേരിക്കയിലെ ഫ്ലോറിഡ സർവകലാശാലയിൽ വെടിവെപ്പ്. 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് ഗുരുതര പരിക്ക്. പ്രതിയായ വിദ്യാർത്ഥിയെ പോലീസ് വെടിവെച്ച് പിടികൂടി. ഈടായി നൽകിയ ആധാരം ഉപയോഗിച്ച് KSFE ജീവനക്കാരന്റെ തട്ടിപ്പ്. ആലപ്പുഴ ഇരുമ്പുപാലം ബ്രാഞ്ചിലെ ജീവനക്കാരൻ തട്ടിച്ചത് 30 ലക്ഷം. ആധാരം നൽകിയത് സ്വന്തം ചിട്ടിക്ക് ജാമ്യത്തിന്. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുക്കും. പരാതി നൽകാൻ കുടുംബം. ജിസ്മോളുടെ അച്ഛന്റെയും സഹോദരന്റെയും മൊഴിയെടുക്കും. IPL-ൽ മുംബൈക്ക് തുടർച്ചയായ 2ാം ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് ബംഗളൂരു പോരാട്ടം. വിശദമായ വാർത്തകൾ നോക്കാം. ഷൈൻ ടോം ചാക്കോ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ വാർത്ത. നടൻ ഷൈൻ ടോം ചാക്കോ എവിടെ? ഒരു പിടിയുമില്ല. മിനിയാന്ന് രാത്രിയാണ് ഷൈൻ ഹോട്ടലിന്റെ 3ാം നിലയിൽ നിന്ന് ചാടി ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടത്. പക്ഷേ എവിടെയാണ് പിന്നെ ഷൈൻ എന്ന കാര്യത്തിൽ യാതൊരു വിവരവുമില്ല.
നടൻ ഷൈൻ ടോം ചാക്കോയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. പരിശോധനയ്ക്കിടെ എന്തിനാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്നറിയാനാണ് വിളിപ്പിക്കുക. അതിനായി ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകും. അതേസമയം റെയ്ഡ് വിവരം ചോർന്നതിന് പിന്നിൽ ഹോട്ടൽ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട്. ഷൈനെതിരെ വിൻസി അലൂഷ്യസ് നൽകിയ പരാതി ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്ന് പരിഗണിക്കും. പോലീസിന് പരാതി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് വിൻസി പറയുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആൾ ചുരുങ്ങിയതൊരു 10 വർഷമായിട്ടെങ്കിലും വാർത്തകളിൽ പലപ്പോഴായി പലതരത്തിൽ ഇടം പിടിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഷൈന്റെ അതിസാഹസികമായ എസ്കേപ്പ് ആയിരുന്നു ഈ ഇന്നലത്തെ ദിവസം മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞത്. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും എങ്ങോട്ടാണ് പോയതെന്നതിനെ കളിയാക്കി ഷൈൻ ഇഷ്ടം പോലെ സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഓടിയത് എന്ന് ഷൈൻ മറുപടി പറയേണ്ടി വരും. അതിപ്പോ പോലീസ് എങ്ങനെ നോട്ടീസ് നൽകും? എന്താണ് പോലീസിന്റെ ആലോചന? ശ്രീജ, നിലവിൽ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് പോലീസിന് കാര്യമായ വിവരങ്ങളൊന്നുമില്ല എന്നത് തന്നെയാണ് ഉള്ളത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ സ്വാഭാവിക പരിശോധന, അതായത് അയാളുടെ ഫ്ളാറ്റിലും തൃശ്ശൂർ വീട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നടത്തിയ പരിശോധന, അതിൽ കാര്യമായ വിവരങ്ങളിലേക്ക് പോലീസിന് എത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഷൈൻ ഈ വിവരം അറിഞ്ഞു എന്ന കാര്യത്തിൽ പോലീസ് സമർത്ഥിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമാണ്. കാരണം വളരെ രഹസ്യമായി നടത്തിയൊരു നീക്കം, പോലീസിൻ്റെ ഒരു കടന്നുവരവ്, പ്രത്യേകിച്ച് ഈ ഡാൻസാഫ് സ്ക്വാഡ് എന്നെല്ലാം പറയുമ്പോൾ മഫ്റ്റിയിൽ വരുന്നവർ തന്നെയാണ് കൂടുതലായും തന്നെ. അപ്പോൾ ഇവർ വരുന്നത് വിവരങ്ങൾ അറിഞ്ഞു എന്ന ഒരു കാര്യം തന്നെ. അതോടൊപ്പം ഉള്ളൊരു കാര്യം, ഷൈൻ അവിടെ മുറിയെടുത്തത് മറ്റൊരു പേരിലാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ അവിടെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലല്ല പോലീസ് അവിടേക്ക് എത്തിയതെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്നൊരു വിവരങ്ങൾ. കാരണം അത് ഈ ലഹരി ഉപയോഗം നടക്കുന്ന ചില ലഹരി ഇടപാടുകാരെ സംബന്ധിച്ച് പോലീസിന് ഈ അടുത്തിടെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നീക്കങ്ങൾ പോലീസ് നടത്തി. പോലീസ് ഒടുവിലാണ് ഇത് നടൻ ഉൾപ്പെടുന്ന സംഘമാണ് എന്നത് തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് സാധിക്കുക. എന്തായാലും അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, പോലീസിൻ്റെ പക്കൽപ്പെടാതെ ഓടി രക്ഷപ്പെട്ടു എന്നതാണ്. ഈ ലഹരി കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പൊതു മാനദണ്ഡം എന്നൊക്കെ പറയുന്നത്, അതിൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ പിടിക്കുകയോ അതിൻ്റെ കൈവശം സൂക്ഷിക്കുമ്പോൾ പിടിക്കുകയോ വേണം. നിലവിൽ പോലീസിനെ എന്തുകൊണ്ട് ഓടി എന്നതെല്ലാം തന്നെ പോലീസിനെ കണ്ട് ഭയപ്പെട്ടു, എന്താണ് ആ ഒരു സാഹചര്യം എന്നതെല്ലാം വിശദമാക്കാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടാനും അതിനെ വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ നിയമപ്രകാരം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താം. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങാം. അത് ഒരു ഭാഗത്ത് തന്നെ നിൽക്കുന്നു. ഒപ്പം ഈ വിൻസി അലോഷ്യസിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് വിൻസി ഈ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകില്ല എന്നൊരു നിലപാടാണ് അവർ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. അവർ നേരിട്ട് പരാതി നൽകുമോ ഇത്തരം കാര്യങ്ങളിൽ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും അവരുടെ വെളിപ്പെടുത്തലിൽ എക്സൈസ് അവരെ വിളിച്ച് അവരെ മൊഴിയെടുക്കാനടക്കമുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം അവർ പറയുന്നു, ഈ പൊടി വെള്ള കളറിലൊരു പൊടി ഇയാൾ തുപ്പുന്നതും ഇതെല്ലാം തന്നെ കണ്ടു. ഇയാളുടെ പെരുമാറ്റം അസഹനീയമായിരുന്നു, ലഹരി ഉപയോഗിച്ച പോലെയായിരുന്നു, മറ്റുള്ളവർക്കെല്ലാം ഇത്തരം കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി കൃത്യത വരുത്താൻ വിൻസി അലോഷ്യസിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുക്കാനടക്കം വിളിക്കും. മറ്റൊന്ന് സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണ്. ഫിലിം ചേംബറിനടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഇന്നലെ വിൻസി പ്രതികരിച്ചത് ഈ പേര് വെളിപ്പെടുത്തിയതടക്കം അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല, ഇനി അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ അവരെങ്ങനെയാണ് ഇനി ഈ സിനിമാ സംഘടനാ സംവിധാനങ്ങളോട് സഹകരിക്കുക എന്നതെല്ലാം തന്നെ അടുത്ത ഘട്ടത്തിൽ അറിയേണ്ടതാണ്. എന്നാലും ഫിലിം ചേംബറിന് ഇങ്ങനെയൊരു പരാതി ലഭിച്ച സ്ഥിതിക്ക് അവർ മുന്നോട്ട് പോകണം. അതിൽ ഇക്കാര്യങ്ങളിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായി എന്ത് നടപടിയാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവിടെയും ഈ ചേംബർ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ വിൻസിയുടെ പരാതി പോലീസിന് കൈമാറുമോ എന്നത് ഒരു കാര്യമാണ്. പോലീസിനെ അവർ അന്വേഷിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ മുതിരുമോ എന്നതും നമുക്ക് ഈ തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. പോലീസിന് നിരന്തരമായി ഇയാൾ എവിടെയെന്നോ കാര്യങ്ങളെന്നോ അന്വേഷിച്ച് പോകേണ്ടതില്ല എന്ന് പോലീസ് പറയുന്നു. കാരണം ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ട് എന്നതടക്കമുള്ള കാരണങ്ങളൊരു വിശദീകരണം സംബന്ധിയായ കാര്യങ്ങൾ നൽകിയാൽ മതിയാകും. മാത്രവുമല്ല ആ മുറിയിൽ നിന്ന് മറ്റൊന്നും തന്നെ കണ്ടെത്താനായില്ല എന്നുള്ളൊരു സൂചനകളെല്ലാം ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം തന്നെ ദുരൂഹത നിറഞ്ഞതാണ്. കാരണം ഇതിൽ എന്ത് നടന്നു എന്നതടക്കമുള്ള കാര്യം കൃത്യമായൊരു വിശദീകരണം കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നടനെതിരെ തന്നെ പ്രത്യേകമായി തന്നെ പരാതി ഉയർന്നതിൻ്റെ തൊട്ട് തലേന്നാണ് ഈ രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഷൈൻ്റെ ഭാഗത്തു നിന്ന് വിശദീകരണം നൽകിയേ മതിയാവൂ എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് അടക്കമുള്ളവർ, പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം,
ഈ ഫിലിം ചേംബറിന് വിൻസി പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് പരാതി നൽകിയിട്ടുള്ളതെന്ന്. അതിൽ ഈ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, ഒരു IC മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് ഈ പരാതി നൽകിയത്. ആ പരാതിയിലെ വിവരങ്ങൾ പൂർണ്ണ രഹസ്യമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതാണല്ലോ ICയുടെ പ്രാഥമികമായ ഒരു ഘടന, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ പേര് പുറത്തുവിട്ടത് ഈ ICയുടെ തന്നെ ഒരു മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന കാര്യവുമാണ്. അപ്പോൾ വിൻസിയുടെ ആ പരാതി കൂടി ഫിലിം ചേംബർ ഗൗരവമായി പരിഗണിക്കേണ്ടി വരില്ലേ? തീർച്ചയായും ശ്രീജ, ഒരു സംശയവുമില്ല. കാരണം ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആര് പരാതി നൽകാൻ ഇതുപോലെ മുന്നോട്ട് വരുമെന്ന ആ കാര്യം കൂടിയുണ്ട്. കാരണം ഇതുപോലെ ഒരു രഹസ്യവുമില്ലാതെ പരാതി നൽകിയ അടുത്ത മണിക്കൂറിനുള്ളിൽ പേര് പുറത്താവുന്നു എന്നതാണ്. വിൻസി അപ്പോൾ ചോദ്യം ചെയ്യുന്നതും അത് തന്നെയാണ്. ഇതെങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും? അതാ അവർ ഉന്നയിക്കുന്ന ചോദ്യം തികച്ചും ന്യായമാണ്. കാരണം ഇതൊരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് തന്നെ നേരിട്ട അനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ ഈ പരാതി നൽകിയ അടുത്ത മണിക്കൂറിനുള്ളിൽ പേര് സഹിതം കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു. ഫിലിം ചേംബറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ആ കാര്യങ്ങൾ പറയാനായിട്ട് തയ്യാറാവുന്നു. ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്, ഇയാൾക്കെതിരെ തന്നെയാണ് പരാതി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ വിശദീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിലെവിടെയാണ് രഹസ്യ സ്വഭാവം? തങ്ങൾ എങ്ങനെയാണ് ഒരാൾക്കെതിരെ പരാതി നൽകാൻ തങ്ങൾക്ക് കഴിയുക? ഇത് ആരാണ് ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി അന്വേഷിച്ചുകൊണ്ട് തങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ കഴിയുക എന്നത് അവരുടെ ചോദ്യങ്ങളെല്ലാം തികച്ചും ന്യായമാണ്. ഇനി ആരെങ്കിലും പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുണ്ടെങ്കിൽ പോലും അവരെ പോലും ഒരു വേണമോ എന്ന ഒരു ചോദ്യം അവർക്ക് പോലും തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. കാരണം മറ്റൊരർത്ഥത്തിൽ അവരൊരു ഇര തന്നെയാണ്. കാരണം അവരുടെ പരാതികൾ ആ രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. അവർ പറയുന്നുണ്ട് അവർക്കെതിരെ മോശമായ രീതിയിൽ അവർ സംസാരിച്ചു, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അത് ഈ ലഹരി ഉപയോഗം പോലെ തന്നെ കുറ്റകരമായ, അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന കുറ്റകരമായൊരു വസ്തുതയാണ്. ഈ സെറ്റുകളിൽ, ഈ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിൽ അവരോട്, സ്ത്രീകളോട് മോശമായി സംസാരിക്കുക, അവരോട് ഈ പ്രത്യേക ഉദ്ദേശങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് അതിനും അതേപോലെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റമാണ്. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ട പരാതിയല്ലേ? അത് തീർച്ചയായും തന്നെ അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ സൂക്ഷിക്കേണ്ടതുമായിരുന്നു. ഒരുപക്ഷെ ഈ കേസിൽ ഏതെങ്കിലും രീതിയിലൊരു നടപടി എടുക്കാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ അത് ഇത്തരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാതിയുടെ സ്വഭാവം നോക്കി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പല നിയമവിദഗ്ധരും പറയുന്നത്. കാരണം ഇതിൽ ലഹരി മരുന്ന് കാര്യങ്ങൾ, ഇതിൻ്റെ ഉപയോഗം, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുക സങ്കീർണതകൾ നിറഞ്ഞ ഒരു വഴികളാണ്. കാരണം ഇത് കണ്ടുപിടിക്കുക, കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ നടന്നൊരു കാര്യത്തിനെ സംബന്ധിച്ചുള്ളൊരു തെളിവെടുപ്പിലേക്കാണ് പോകുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇതിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസം നടത്തിയ ലഹരി പരിശോധനയിൽ പോലും ലഹരിയുമായി കണ്ടെത്താനോ ഒന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ ഈ വിൻസി അലോഷ്യസ് ഉന്നയിച്ച പരാതിയിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അടക്കമുള്ള വകുപ്പുകളും എല്ലാം തന്നെ വരാൻ സാധ്യതയുള്ളതാണ്. അതൊരുപക്ഷെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു അന്വേഷണ സംഘമുണ്ട്. അവർക്ക് മുന്നിലേക്കും ഈ പരാതി എത്താനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ പേരും പരാതിയുടെ വിശദാംശങ്ങളും അടക്കം പുറത്തേക്ക് വരുന്നതെന്നത് എത്രത്തോളം ഉത്തരവാദിത്വം നിറഞ്ഞ പെരുമാറ്റമാണെന്ന് സിനിമാ സംഘടനകൾ തന്നെയാണ് ഇതിൽ ആലോചിക്കേണ്ടത്. അതിൽ അവർക്കൊപ്പം, ഈ വിൻസിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പരാതിയുടെ കൂടെ എന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തേണ്ടതുമാണ്. ഡാനി, ഈ തരത്തിൽ സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആർക്കും അറിയാത്തതല്ല. വിൻസി തന്നെ പറയുന്നുണ്ട്, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ആ സിനിമയുടെ സെറ്റിൽ എല്ലാവർക്കും അറിയാം, ഷൈനോടൊപ്പം സഹകരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ അവരപ്പോൾ ഒരു കൂടെ ചേർത്ത് പറയുന്നത്, പക്ഷേ ഷൈൻ നന്നായിട്ട് പെരുമാറും, സെറ്റിൽ കൃത്യമായി വരും, കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യും. ഇത് ലഹരി ഉപയോഗിക്കുന്നില്ല എന്നതല്ല, അതാർക്കും അറിയാത്തതുമല്ല. അപ്പോൾ ഇതാരെങ്കിലും ഒരാൾ ആദ്യം പറയാൻ ഒരാൾ വേണം, ഒരു വിസിൽ ഉയർത്തി പറയാൻ ഒരാൾ വേണം. ആ നിലയ്ക്ക് പക്ഷേ വിൻസി ഇനി മുതൽ ഒറ്റപ്പെടാനുള്ളൊരു സാധ്യത. കാരണം ഇത് വന്നപ്പോൾ തൊട്ട് കേൾക്കുന്ന ചോദ്യം, ഇതൊക്കെ ഇപ്പോൾ ഇത്ര വലിയ കാര്യമാണോ എന്ന രീതിയിലൊക്കെയുള്ള ഒരു ടോണിലുള്ള വർത്തമാനമൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് വിൻസിക്ക് എത്രത്തോളം പിന്തുണ കിട്ടുന്നുണ്ട്? ശ്രീജ, നമുക്കറിയാം സിനിമാ മേഖലയിൽ നിന്ന് നാളിതുവരെ ഈ തരത്തിലോ അല്ലെങ്കിൽ സമാനമായ രീതിയിലോ എല്ലാം ഉയർന്നു വന്ന പരാതി ഉന്നയിച്ചവരുടെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം തന്നെ എത്രത്തോളം പിന്തുണ അവർക്ക്, വളരെ പ്രമാദമായ ഒരു കേസ് നടന്നൊരു സംസ്ഥാനമാണ് അത്. അവിടെ എത്രത്തോളം പിന്തുണ അവർക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു, അവൾക്കൊപ്പം എന്നെല്ലാം പറയുമ്പോൾ
ആരൊക്കെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോഴാണ് വിൻസി ഈ ഘട്ടത്തിലൊരു പരാതിയുമായി വരുന്നത്. വിൻസി ഈ സെറ്റിൽ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥയായിരുന്നു. അവർ പരാതിപ്പെടുമ്പോൾ തന്നെയും പിന്നീട് അവർക്കുണ്ടായ അനുഭവം അവർ പോലും അറിയാതെ തന്നെ പല സിനിമകളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുന്നതാണ്. ഈ പറച്ചിലല്ലാതെ സിനിമാ ലോകം എങ്ങനെയാണ് ഇത്തരം ഈ പരാതി ഉന്നയിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിൻ്റെ പ്രതിനിധി തന്നെ പറയുകയുണ്ടായ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നടക്കുന്ന സിനിമകൾ അത് വലിയ സാമ്പത്തിക കാര്യങ്ങളുള്ളതാണ്, ഈ സിനിമ മേഖല വ്യവസായം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണം. അപ്പോൾ ഷൈൻ ടോം ചാക്കോയെ വിലക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നെല്ലാം പറയുമ്പോൾ തന്നെയും നിലവിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകൾ പൂർത്തീകരിക്കാൻ അനുവദിക്കും. നിലവിൽ അദ്ദേഹം തിരക്കുള്ളൊരു നടനാണ്, നിരവധിയായ ചിത്രങ്ങൾ, അത് പൂർത്തീകരിക്കുക എന്നെല്ലാം പറയുമ്പോൾ തന്നെ അത് കുറേ അധികം സമയം വരുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ നിലവിൽ അദ്ദേഹം വിലക്കുകളില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യും. പിന്നെ ഈ പരാതിപ്പെടുന്നവരെ ഒറ്റപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും സിനിമാ ലോകം നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു എന്താ പറയുക, എല്ലാത്തിനും പരാതിപ്പെടുക അല്ലെങ്കിൽ ഇങ്ങനെ പരാതിപ്പെടാൻ തയ്യാറായ ഒരാളെ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതെല്ലാം അവർ തന്നെ ചിന്തിച്ച തീരുമാനമെടുത്ത് പലപ്പോഴും അവരെ ഒറ്റപ്പെടുത്തി നിർത്തുന്ന അനുഭവങ്ങളെ പല സിനിമാ മേഖലയിലും തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ പിന്തുണ എന്നതെല്ലാം തന്നെ പറയുമ്പോൾ പോലും വിൻസിക്കൊപ്പം ആരൊക്കെ ഈ ഒരു നമ്മൾ വളരെ സജീവമായി നിൽക്കുന്ന സിനിമാ മേഖലയിൽ നിന്ന് സജീവമായി നിൽക്കുന്നവർ ഈ സമയം വരെയും വന്നിട്ടുണ്ട് എന്നതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതാണ്. എത്രത്തോളം പേര് പിന്തുണ പരസ്യമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, അവരെ പിന്തുണച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൊതു FB പോസ്റ്റോ മറ്റെന്തെങ്കിലുമോ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിലാണ് സിനിമാ മേഖലയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഏതായാലും അത് കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഫിലിം ചേംബറിൻ്റെ അടക്കമുള്ളൊരു പ്രതികരണങ്ങൾ അത് ഉണ്ടാകുമെന്നാണ്. കാരണം അവരെല്ലാം ഇവർക്കൊപ്പം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും ഇവർക്ക് സിനിമാ മേഖലയിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പിന്തുണ ലഭിക്കുക എന്നതിന് നിദാനമാകുന്നത്. ഞാനിപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ ഷൈൻ സംസ്ഥാനം വിട്ടു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയെ ഉടൻ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ആലോചന. ഷൈനിന് നോട്ടീസ് നൽകാൻ ആലോചിക്കുന്നുണ്ട്. എന്തിനാണ് ഓടിയത് എന്ന കാര്യത്തിൽ അതിനാണ് ഷൈൻ ഉത്തരം പറയേണ്ടി വരിക. ഷൈൻ ടോം ചാക്കോ സംസ്ഥാനം വിട്ടതായുള്ള സൂചനകൾ, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ സംസ്ഥാനം വിട്ടതായുള്ള സൂചനകൾ വരുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. ഷൈനെ പോലെ ഒരാൾക്ക് ഈ സംസ്ഥാന അതിർത്തി വിട്ടുപോകാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ. സ്വാഭാവികമായും സിനിമയിൽ നിന്നടക്കം ഇഷ്ടം പോലെ പിന്തുണയുണ്ടാകും. ആ സാഹചര്യത്തിൽ എന്തായാലും ഷൈൻ ടോം ചാക്കോ സംസ്ഥാനത്തില്ല എന്നതാണ് പോലീസ് എത്തുന്ന നിഗമനം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഈ ഹോട്ടൽ ജീവനക്കാരുടെ പങ്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടി ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. അതായത് എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ അവിടെ ഈ വിവരം അറിഞ്ഞ് ഈ ഉദ്യോഗസ്ഥരെത്തും മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ കൃത്യമായി എങ്ങനെയാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ സംശയങ്ങൾ? പോലീസ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ്, ഈ ഡാൻസ് ഓഫ് സ്ക്വാഡെല്ലാം വളരെ രഹസ്യമായിട്ട് നീങ്ങുന്ന ആളുകളാണ്. പക്ഷേ ഇവരൊരു വിവരങ്ങൾ പോലീസ് അവിടേക്ക് എത്തുന്നു. ഇത്തരം കാര്യങ്ങൾ ഏത് മുറി അന്വേഷിക്കുമ്പോൾ തന്നെയും കൃത്യമായ വിവരങ്ങൾ അവരിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ അവിടെ നിന്ന് അന്വേഷിച്ച് ആരെങ്കിലും വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഇൻ്റർകോമിലൂടെ അറിയിക്കാനുള്ളൊരു സാധ്യതയും എല്ലാം തന്നെയുണ്ട്. പക്ഷേ അത് അതിനകത്തുള്ളവർ ഷൈൻ ടോം ചാക്കോയ്ക്ക് അടക്കം ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടായിരിക്കും അവർ ഉടനടി അവിടെ നിന്ന് രക്ഷപ്പെടാനെല്ലാം തന്നെ ശ്രമിക്കുകയും ഷൈനെ അടക്കം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. ഇതിൽ വളരെ കൃത്യമായി അവർ ചെയ്തത് അവിടെ ഒന്നും തന്നെ അവശേഷിപ്പിച്ചിരുന്നില്ല എന്നൊരു കാര്യം കൂടി ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. ഒരു സിപ്പ് കവർ മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചത് എന്ന് പറയുന്നു. അതിൽ ഒന്നും തന്നെ ഇല്ല എന്നതാണ് പോലീസിൽ നിന്ന് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നു. ഒരു പക്ഷേ അങ്ങനെയായിരിക്കും പുറത്തു വന്നിരിക്കുന്ന, ഇപ്പോൾ അവർ പുറത്ത് നൽകിയിരിക്കുന്ന ഒരു വിവരം. എന്തായാലും അത്തരം കാര്യം കുറച്ചുകൂടി പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഹോട്ടൽ ജീവനക്കാരടക്കം ഇതിൽ
എത്രമാത്രം പങ്കുണ്ട് എന്നത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അവിടെ നിന്ന് അറിയാനായിട്ട് കഴിയും തങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ഈ കാര്യങ്ങൾ അറിയിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ്. മാത്രവുമല്ല ഇതിൽ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത ഒരു മുറിയാണ് ഇത്. അവിടേക്ക് ആര് വരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഷൈൻ അല്ല ആദ്യം എത്തിയത് എന്നതാണ് ഈ ഹോട്ടൽ ജീവനക്കാർ തന്നെ പറയുന്നത്. പക്ഷേ ഷൈനെ പോലെ അറിയപ്പെടുന്ന ഒരാൾ എത്തിയാൽ ഉടൻ അവർക്കത് മനസ്സിലാകേണ്ടതുമാണ് ഇതെങ്ങനെ എത്തി എന്നതെല്ലാം തന്നെയാണ്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഈ ഹോട്ടൽ ജീവനക്കാരെ അടക്കം പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അപ്പോഴുമുള്ള ഒരു വിഷയം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ വസ്തുക്കളോടുകൂടി തന്നെ പിടിക്കുക എന്നതാണ്. അതിൽ എത്രമാത്രം വിജയിക്കാൻ ഡാൻസ് ഓഫ് സ്ക്വാഡിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം ഈ ഷൈൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ കേരളം വിട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. വളരെ വേഗം തന്നെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു പരിശോധനകളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് എന്നതാണ്. ഷൈൻ പൊള്ളാച്ചിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ സൂചനകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘം വൈകാതെ അവിടെ എത്തും. പക്ഷേ അപ്പോഴും ഉള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് എന്തിന് ഓടി രക്ഷപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയാനുള്ളത്. ഈ അസ്വാഭാവികമായ പെരുമാറ്റത്തിന് എന്താണ് ഷൈൻ മറുപടി പറയുക എന്നതാണ് അറിയേണ്ടതായിട്ടുള്ളത്. ഇതിൽ ഈ അവിടെ നടത്തിയ പരിശോധനയിൽ വാലിഡായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഷൈനെ പിന്തുടർന്ന് ചോദ്യം ചെയ്യുന്നതിൽ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. കാരണം അതിനകത്ത് ഹോട്ടൽ മുറിക്കകത്ത് നിന്ന് എന്ത് ലഭിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെയും പോലീസ് നൽകിയിട്ടില്ല എന്നിരിക്കെ പോലീസ് പിന്തുടരുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെടുക്കാൻ, ലഹരി വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വിൻസി അലോഷ്യസിൻ്റെ പരാതിയിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അവർ പോലീസിന് കൂടി പരാതി നൽകാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ആ പരാതി പോലീസിന് കൈമാറാൻ ഫിലിം ചേംബർ അടക്കമുള്ളവർ തയ്യാറാകണം. അത്തരം നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും പൊള്ളാച്ചിയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഷൈനെ സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി അവിടെ ചെന്ന് പോലീസ് വിശദാംശങ്ങൾ തേടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത്? അത് പോലീസ് അന്വേഷിക്കുന്നു. ആ ഇറങ്ങി ഓടിയതിന്റെ കാരണം ഷൈൻ തന്നെ വ്യക്തമാക്കേണ്ടി വരും. ഷൈനെ ഉടൻ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകും എന്നാണ് വിവരങ്ങൾ. ഇതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോ സംസ്ഥാനം വിട്ടതായുള്ള വിവരങ്ങൾ വരുന്നത്. തമിഴ്നാട്ടിലേക്ക് പൊള്ളാച്ചിയിലേക്ക് ഷൈൻ പോയി എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. മറ്റു വാർത്തകൾ നോക്കാം. ഇന്ന് ദുഃഖവെള്ളിയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിൽ വിശ്വാസികൾ ഇന്ന് ഇറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കും. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന കുരിശിന്റെ വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് ബാവയാണ് പ്രാരംഭ സന്ദേശം നൽകുന്നത്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പി വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. വിനോദ്, തിരുവനന്തപുരത്ത് എപ്പോഴും സംയുക്ത കുരിശിന്റെ വഴിയാണ്
സംഘടിപ്പിക്കാറുള്ളത്? ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഏതുവരെയായി? വിനോദ്, കേൾക്കാമോ? തിരുവനന്തപുരത്ത് നിന്നുള്ള കുരിശിന്റെ വഴിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. കുരിശിന്റെ വഴി സംയുക്ത പ്രാർത്ഥന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പാളയത്ത് അയ്യങ്കോളി ഹാളിന് സമീപത്തുകൂടിയാണ് ഇപ്പോൾ കുരിശിന്റെ വഴി യാത്ര കടന്നു പോകുന്നത്. നേരത്തെ ബസേലിയോസ് മാർ ക്ലിമിസ് കത്തോലിക്ക ബാവ സന്ദേശം നൽകിയിരുന്നു. ഇതിന് യാത്രയ്ക്ക് തുടക്കം കുറിച്ചുള്ള സന്ദേശം നൽകിയിരുന്നു. അതിനുശേഷം തോമസ് ജെ നെറ്റോ ഉൾപ്പെടെയുള്ള വൈദികർ അവർ ഇതിന് നേതൃത്വം നൽകുകയാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കിയാണ് ഈ കുരിശിന്റെ വഴി യാത്ര തിരുവനന്തപുരം നഗരവീഥിയിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ പീഡാനുഭവ സ്മരണയിൽ വിശ്വാസികൾ നിൽക്കുമ്പോൾ കുരിശിന്റെ വഴിയിൽ 14 ഇടങ്ങളിലായി യേശുവിന് സംഭവിച്ച കാര്യങ്ങൾ, അതിന്റെ ഓർമ്മ പുതുക്കലാണ്. യേശുവിനെ വധിക്കാൻ വിധിക്കുന്നത് മുതൽ അദ്ദേഹത്തിന്റെ സംസ്കാരം വരെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ലോകത്തിന് വലിയ സന്ദേശം നൽകുന്ന ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മനുഷ്യരാശിയുടെ നന്മയ്ക്കും വേണ്ടിയും പ്രവർത്തിക്കേണ്ടതിന്റെ, തങ്ങളിലേക്ക് സ്വയം ചുരുങ്ങാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന വലിയ ത്യാഗോജ്വലമായ ഒരു സന്ദേശം നൽകുന്ന ആ ഒരു സ്മരണ പുതുക്കുന്ന ദിവസമാണ്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് ഒരു വേദനയുടെ ദിവസം കൂടിയാണ്. കാരണം നമുക്കറിയാം, ദൈവപുത്രൻ കുറ്റാരോപിതനായി മനുഷ്യ നന്മയ്ക്കും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ കുറ്റമായി കണ്ട് അദ്ദേഹത്തെ വധിക്കാൻ വിധിക്കുന്ന ഒരു ദിവസം. 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. പ്രത്യാശയുടെ പ്രകാശമായി യേശു മാറുന്നുണ്ട്. ലോക ജനതയ്ക്ക് നന്മയുടെ വെളിച്ചം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രത്യാശയുടെ കിരണത്തിലേക്ക് ഒടുവിലെത്തുന്നു. പക്ഷേ ആ ഓരോ കാലവും വിശ്വാസികളെ സംബന്ധിച്ച് തെറ്റുകാരനായി അദ്ദേഹത്തെ ചിത്രീകരിച്ച് കള്ളന്മാർക്കൊപ്പം ക്രൂശിലേറ്റിയ ആ ഒരു സാഹചര്യം അതെല്ലാ കാലത്തും ഉണ്ട്. നന്മ ചെയ്യുന്നവർ ക്രൂശിലേറ്റപ്പെടുന്നു എന്ന കാര്യം നേരത്തെ ഈ സന്ദേശത്തിൽ ബസേലിയോസ് മാർ ക്ലിമിസ് കത്തോലിക്ക ബാബ പറഞ്ഞത്, കുരിശിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏവർക്കുമുണ്ട്. അതൊരു മതചിഹ്നം മാത്രമല്ല, രക്ഷയുടെ അടയാളമാണ്. ലഹരി മാഫിയ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ പകച്ചു നിൽക്കുന്ന സമൂഹം, അവരുടെ രക്ഷയ്ക്ക് ക്രിസ്തു എത്തുന്നു, ദൈവപുത്രൻ എത്തുന്നു. അതൊരു പ്രതീകമായി മാറുന്നു, അതൊരു പ്രത്യാശയായി മാറുന്നു, അതൊരു വിശ്വാസമായി മാറുന്നു. ആ നിലയ്ക്കുള്ള സന്ദേശം അദ്ദേഹം നൽകുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തൊക്കെ നിലനിൽക്കുന്ന വെല്ലുവിളിയുടെ സാഹചര്യം അതുകൂടി അദ്ദേഹം പരോക്ഷമായി പരാമർശിച്ചു പോയി. ക്രിസ്തുവിനെ സംബന്ധിച്ച്, കുരിശിനെ സംബന്ധിച്ച് അതൊന്നും തന്നെ മതവിശ്വാസത്തിന്റെ അടയാളം മാത്രമല്ല, അത് ജനസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. കുരിശിന്റെ വളർച്ച ലോകം കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ വിശ്വാസികൾ ജാഗരൂകരാകണം, ജാഗ്രത പാലിക്കണം. കുരിശ് രക്ഷിക്കപ്പെടണം. ക്രൂശിതൻ നന്മയുടെ വെളിച്ചമായി, പ്രതീകമായി, രക്ഷകനായി നിൽക്കുമ്പോൾ ആ ഒരു ചിന്ത ഓരോ വിശ്വാസിയുടെ മനസ്സിലും ഉണ്ടാകണം. വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ ഒരു മതവിശ്വാസം നെഞ്ചിലേറ്റുന്നവർക്ക് മാത്രമല്ല, ജനതയ്ക്കാകെ അത്തരമൊരു ചിന്ത ഉണ്ടാകേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം കൂടി മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ പറയുന്ന സാഹചര്യമുണ്ടായി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സംയുക്ത കുരിശിന്റെ വഴി പുരോഗമിക്കുകയാണ്. കർത്താവേ അനുഗ്രഹിക്കണമേ.
കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ, യേശുവിനെ മരണത്തിന് വിധിക്കുന്നത് തൊട്ട് യേശുദേവനെ അടക്കുന്നത് വരെയുള്ള 14 സ്ഥലങ്ങളിൽ പ്രാർത്ഥനകളുമായി ഇപ്പോൾ വിശ്വാസികൾ കുരിശിന്റെ വഴിയിലൂടെ നടക്കുകയാണ്, ആ പീഡാനുഭവത്തെ സ്മരിച്ചുകൊണ്ട്. സാധാരണക്കാർ ഏറ്റവും വിശ്വാസമർപ്പിക്കുന്ന സംവിധാനങ്ങളിലൊന്നാണ് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന KSFE. ആലപ്പുഴയിൽ KSFEയിൽ ഇങ്ങനെ ഈടായി നൽകിയ ആധാരം ഉപയോഗിച്ച് ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. KSFE ഇരുമ്പുപാലം സെക്കൻഡ് ബ്രാഞ്ചിൽ ഈടായി നൽകിയ കലവൂർ ആപ്പൂർ സ്വദേശി സുമയുടെ ആധാരം ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായ രാജീവ് സ്വന്തം ചിട്ടിക്ക് ജാമ്യമായി നൽകി 30 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഈ സ്ത്രീക്ക് ഉണ്ടാക്കിയത്. രാജീവ് പണം തിരിച്ചടയ്ക്കാതായതോടെ റവന്യൂ റിക്കവറി നോട്ടീസ് സുമയ്ക്ക് ലഭിക്കുകയായിരുന്നു. KSFEയുടെ ഇരുമ്പുപാലം ശാഖയിൽ ചേർന്ന 12 ലക്ഷത്തിന്റെ ചിട്ടിയിൽ നിന്ന് വീട് നിർമ്മാണത്തിനായി 6 ലക്ഷം രൂപ വായ്പ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് 12 സെന്റ് സ്ഥലം ആദ്യം ഈടായി KSFE സുമയോട് ചോദിക്കുന്നത്. പിന്നീട് സ്ഥലത്തേക്കുള്ള വഴി പോരെന്ന് ചൂണ്ടിക്കാട്ടി സുമയുടെ ഭർത്താവിന്റെ പേരിലുള്ള 8 സെന്റ് ഭൂമിയുടെ ആധാരം കൂടി ആവശ്യപ്പെട്ടു. വായ്പാ നടപടിക്രമങ്ങൾക്കായി KSFEയിൽ നിന്ന് ബന്ധപ്പെട്ടത് രാജീവായിരുന്നു. 6 ലക്ഷം രൂപയ്ക്കായി മുഴുവൻ 20 സെന്റ് ഭൂമിയുടെ ആധാരം രാജീവ് വാങ്ങിയെടുത്തു. KSFE ശാഖയിൽ ചെന്നപ്പോഴും യാതൊരു സംശയവും തോന്നിയിട്ടില്ലെന്ന് പരാതിക്കാർ പറയുന്നു. 6 ലക്ഷം വായ്പ തിരിച്ചടച്ച ശേഷം ആധാരം വാങ്ങാനായി ചെന്നപ്പോഴാണ് തട്ടിപ്പ് വിവരം പുറത്തുവരുന്നത്. സുമയുടെ വായ്പയ്ക്കായി ആകെ ഉപയോഗിച്ചിട്ടുള്ളത് വഴിക്കായി എന്ന് പറഞ്ഞ് വാങ്ങിയ ഭർത്താവിന്റെ പേരിലുള്ള രണ്ടാമത്തെ ആധാരമായ 8 സെന്റ് ഭൂമിയുടെ ഈട് മാത്രമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ ആധാരം ചോദിക്കുമ്പോഴത്തേക്കുമാണ് പറയുന്നത് ഒരെണ്ണവേ ഉള്ളൂ, ഒരെണ്ണം ഇല്ലെന്ന് പറയുന്നു. അത് ആരുടെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ലോണിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ആധാരം മാത്രമാണ്? ഞങ്ങളുടെ ലോണിന് ഭർത്താവിന്റെ ആധാരമാണ് ലോണിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വഴിക്കെന്ന് പറഞ്ഞ കുറവ് ഭൂമിയുള്ള ആധാരമാണ്, കൊടുത്ത ആധാരമാണ് ഞങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് സുമയ്ക്ക് KSFEയിൽ നിന്ന് ലഭിച്ചത് തന്റെ 12 സെന്റ് പുരയിടം ജപ്തി ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റവന്യൂ റിക്കവറി നോട്ടീസുകളായിരുന്നു. തുടരന്വേഷണത്തിൽ 6 ലക്ഷം രൂപ വായ്പയ്ക്കായെന്ന് പറഞ്ഞ കുടുംബത്തിൽ നിന്ന് കൈപ്പറ്റിയ ആദ്യത്തെ 12 സെന്റ് പുരയിടത്തിന്റെ ആധാരം KSFE ജീവനക്കാരൻ കൂടിയായ രാജീവ് തന്റെ 30 ലക്ഷം രൂപ ബാധ്യതയ്ക്ക് ഈടായി KSFEയിൽ തന്നെ നൽകിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. റവന്യൂ റിക്കവറി നോട്ടീസുകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായി. തങ്ങൾ ജാമ്യം നിൽക്കാതെ എങ്ങനെയാണ് ആധാരം മറ്റൊരാളുടെ ഈടായി KSFEക്ക് വാങ്ങാൻ കഴിഞ്ഞുവെന്ന ചോദ്യത്തിന് ഇരുമ്പുപാലം ബ്രാഞ്ചിന് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇത് നമ്മളവിടെ മാനേജർക്കടുത്ത് ചെന്ന് സംസാരിച്ച് കുറെ വെള്ള പേപ്പറുകളിലൊക്കെ ഈ സുമയുടെ ഒപ്പൊക്കെ ഈ രാജീവ് ഇട്ട് വെച്ചിട്ടുണ്ട്. വ്യാജമായിട്ട് വെള്ള പേപ്പർ ഒപ്പിട്ട് വെച്ച് സുമ ഈ രാജീവിന്റെ സഹോദരിയാണെന്ന് വരെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് അന്വേഷണം നടത്തണമെന്ന് KSFEയിൽ അറിയിച്ചു? KSFE എടുത്ത് ഞാൻ എൻ്റെ അളിയനും കൂടെ നേരിട്ട് ചോദിച്ചാണ്, ഇത്രയും കുടിശ്ശികളുള്ളൊരു ജീവനക്കാരന് എതിരെ എന്താണ് നിങ്ങൾ നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചു. തട്ടിപ്പ് നടന്നു നിങ്ങൾ ബോധ്യപ്പെടുത്തിയല്ലോ? ഞങ്ങൾ തട്ടിപ്പ് നടത്തിയെന്ന് അവിടെ ബോധ്യപ്പെടുത്തി. അവർക്കെല്ലാം പരാതി കൊടുത്തിട്ട് ഒരു നടപടിയില്ല. ഈ ജീവനക്കാരെല്ലാം ഒറ്റക്കെട്ട. പലതവണ KSFE അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലാതായതോടെ സുമ ജില്ലാ പോലീസ് മേധാവിയെ സമീപിക്കുകയായിരുന്നു. വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തി മണ്ണഞ്ചേരി പോലീസ് KSFE ജീവനക്കാരനായ രാജീവിനെതിരെ കേസെടുത്തു. KSFE ഇരുമ്പുപാലം ബ്രാഞ്ചിലെ ജീവനക്കാരനായിരുന്ന രാജീവിനെതിരെ കൃത്യമായ തെളിവ് നിരത്തിയാണ് തങ്ങളുടെ ആധാരം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ള പരാതി ഈ കുടുംബം നിരത്തിയിട്ടുള്ളത്. ആ മേലുദ്യോഗസ്ഥരോട് ഇക്കാര്യം ധരിപ്പിച്ച് 2 മാസം പിന്നിടുമ്പോഴും ഒരു നടപടിയും രാജീവുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് വരെ ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടും KSFE അനങ്ങാപ്പാറ നയമാണ് ഈ തട്ടിപ്പിന്മേൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം പറയുന്നത് പോലെ ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് ഒന്നടങ്കമാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ കലവൂരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തേക്കും. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസിന് പരാതി നൽകാൻ ജിസ്മോളുടെ കുടുംബം തീരുമാനിച്ചു. പരാതി ലഭിച്ചാൽ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം നാളെ നടക്കും. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഷൈനിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് സമാനമായ രീതിയിൽ വളരെ ദുഃഖകരമായി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ഇപ്പോൾ
ഇന്നലെ ജിസ്മോളുടെ അച്ഛനും സഹോദരനും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവരുടെ ഭർത്താവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടില്ല, അപ്പോൾ അത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളുണ്ട്. ജ്ഞാനായ സഭയുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയും കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കരൂരിൽ ആണ് ഉണ്ടാകുക, പള്ളിയിലാണ് ഉണ്ടാകുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് ജിസ്മോളുടെ ഇടവക പള്ളിയിലാണ് ഉണ്ടാകുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പൊതുദർശനവുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ ഇന്നലെ രാത്രി വൈകിയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ മരിച്ച ജിസ്മോളുടെ വീട്ടിൽ ഈ ഭർതൃഗൃഹത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല, അവിടെ പള്ളിയിൽ പൊതുദർശനമാകാം എന്ന നിലപാടാണ് ജിസ്മോളുടെ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ആ നാട്ടുകാരുമായും പരിചയമുള്ള ആളാണ് ജിസ്മോൾ. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ഇന്നോടുകൂടി അല്ലെങ്കിൽ ഒക്കെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി നടക്കേണ്ടത്, ഈ വിവാഹം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച്, ജിസ്മോളെ സംബന്ധിച്ച് പിന്നീട് ഇടവക ഈ ഭർത്താവിൻ്റെ ഇടവകയിലേക്ക് മാറും. പിന്നീട് സ്വാഭാവികമായിട്ട് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത്. പക്ഷെ സഭാ നേതൃത്വമൊക്കെ ഇടപെട്ട് നടത്തിയൊരു സമന്വയ ചർച്ചയിലാണ് ഈ ജിസ്മോളുടെ പഴയ ഇടവക സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഈ സംസ്കാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും അന്തിമമായ വ്യക്തത വൈകാതെ ഉണ്ടാകും. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ്. അതിൽ ഒരുപക്ഷെ പോലീസിന് പരാതി തന്നെ കൊടുക്കാനാണ് കുടുംബം ആലോചിക്കുന്നത്. നേരിട്ടെത്തി തന്നെ ഒരുപക്ഷെ ഇന്ന് പരാതി കൊടുത്തേക്കും രാവിലെ തന്നെ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. കാരണം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗുരുതരമാണ്. മാത്രമല്ല, ശ്രീജ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പിൽ വരുന്ന പല കാര്യങ്ങളുമുണ്ട്. 7 വർഷത്തിനുള്ളിലുള്ള ഇത്തരം മരണങ്ങൾക്ക് ഭർത്താവ് കൂടി ഉത്തരവാദിയാകുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും മൂത്ത സഹോദരി, ഈ ജിമ്മിയുടെ മൂത്ത സഹോദരിക്കെതിരെയൊക്കെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. പോലീസ് സ്വാഭാവികമായിട്ട് കേസെടുക്കാനാണ് സാധ്യത. എന്തായാലും ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ തെളിവ് കൂടി പോലീസിനെ സംബന്ധിച്ച് ശേഖരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വൈകാതെ ഒരു തുടർ നടപടി ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് തന്നെ കേസെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ മൊഴി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇതിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്. വിമർശനങ്ങളെ പരിഹസിച്ച് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്നത് പോലെ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾ ചിലമ്പുന്നതും പുലമ്പുന്നതും ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. തനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരം അർപ്പിക്കുന്നത് പതിവാണെന്നാണ് ദിവ്യയുടെ വിശദീകരണം. അത് പതയല്ല, ജീവിതപാതയാണെന്നും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ദിവ്യ പരിഹസിച്ചു. ഇന്നലെ സോപ്പിടുന്നത് കൊള്ളാം, പക്ഷെ അധികം പതപ്പിക്കരുത് എന്ന് കെ മുരളീധരൻ ദിവ്യക്കെതിരെ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇത് പതയല്ല, ജീവിതപാതയാണെന്നുള്ള ദിവ്യയുടെ കുറിപ്പ്. 10ാം ക്ലാസ് പാസ്സായവരിൽ മലയാളം അക്ഷരം എഴുതാൻ അറിയാത്തവർ ഉണ്ടെന്ന് പറഞ്ഞത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മന്ത്രി സജി ചെറിയാൻ. മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വ്യാഖ്യാനിച്ചത് മാധ്യമങ്ങളാണെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ സജി ചെറിയാൻ പറഞ്ഞു. അതിൻ്റെ അഭിപ്രായം, ഞാനിപ്പോൾ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു. അക്ഷരം എഴുതാനറിയാത്ത ആളുകൾ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും പ്രതിഷേധം വന്നു. അത് ആരെയെങ്കിലും ഉദ്ദേശിച്ചല്ല, എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ 100% ആളുകളും അക്ഷരം എഴുതാൻ പഠിച്ചു എന്ന ധാരണ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അദ്ദേഹം വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് UDF-കാരും നിങ്ങളുടെ മാധ്യമങ്ങളും തെറ്റായിട്ട് അതിനെ എഴുതി. കാരണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉള്ളതുകൊണ്ട് കേരളത്തിൽ ആർക്ക് എഴുതാൻ അറിയത്തില്ല എന്ന ധാരണയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ടതാണെങ്കിലും അത്തരം ചില ആളുകളുണ്ട്, വളരെ സ്ഫുടമായി അല്ലെങ്കിൽ നല്ല മനോഹരമായി നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ കുറവുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ അത് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ, ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു. സജി ചെറിയാന്റെ മറ്റൊരു വിവാദ പരാമർശമായിരുന്നു കേരളത്തിൽ മരണനിരക്ക് കുറഞ്ഞതിനാൽ കൂടുതൽ പേർക്ക് പെൻഷൻ നൽകേണ്ടി വരും എന്നത്. ആ പരാമർശത്തിലും അദ്ദേഹം വിശദീകരണം നൽകുന്നു. പോസിറ്റീവായി പറഞ്ഞ വിഷയത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചെന്നാണ് ന്യൂസ് 18 അഭിമുഖത്തിൽ സജി ചെറിയാൻ പറഞ്ഞത്. ഇപ്പം കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്.
നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമാണ് ഞാൻ ഉന്നയിച്ചത്. കാരണം ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് വന്നു. ഇത് വസ്തുതയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഇവിടെ 80 വയസ്സ് 90 വയസ്സ് 100 വയസ്സ്, എൻ്റെ അമ്മ 94 വയസ്സ് ഞാൻ പറഞ്ഞത് കാരണം അതാണ്. അതിലൊരു വരിയെടുത്തിട്ടാണ് എല്ലാവരും കൊടുത്തത്. അപ്പം കേരളത്തിന് പുറത്ത് ഇപ്പം രാജസ്ഥാനിൽ 5000 പേർക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ ഡെത്ത് റേറ്റ് കുറഞ്ഞു വന്നപ്പോൾ നമ്മൾ 10000 പേർക്ക് കൊടുക്കണം. അപ്പം നമുക്ക് ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടെ കണ്ടെത്തുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിൽ ഇത് നിന്നു പോകും. ഞാൻ അവരെ സംരക്ഷിക്കേണ്ടതാണ് പറഞ്ഞത്. അത് വിവാദമാക്കേണ്ട കാര്യമില്ല. വെള്ളാപ്പള്ളി സാർ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നിലപാടുകൾ വളരെ കുറവാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷ വിരുദ്ധനാണെന്നുള്ള ധാരണ എനിക്കില്ല. ഒരാൾ ഇത്രയും വീണു പോകുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ സഹായം വേണം എന്നുള്ളത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അവർ വീണപ്പോൾ എന്താണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോട് തോന്നും. എനിക്കതാണ് ഭയങ്കര സങ്കടമായിപ്പോൾ. എൻ്റെ ഒരു വ്യക്തിപര പോളിസിയെ പോലെ വിശ്വസിക്കുന്നതിനെ എൻ്റെ അറിയത്തില്ല. ജി സുധാകരൻ എന്നെയും ഞാൻ ജി സുധാകരനെ ഒരുപാട് വിശ്വസിക്കുന്നു. ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ ഉദ്യോഗസ്ഥർ വെടിവെച്ചാണ് കീഴ്പ്പെടുത്തിയത്. വിവരങ്ങളുമായി മനു ഭരത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മനു, അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെ വെടിവെപ്പിന്റെ വാർത്തകൾ വരുന്നത്. ഈ അക്രമിയുടെ പ്രകോപനം എന്തെന്നോ ഇയാളുടെ കൂടുതൽ വിശദാംശങ്ങളോ ഒക്കെ ലഭ്യമാവുന്നുണ്ടോ? ശ്രീജ, ഈ യുവാവ് 20-കാരനാണ്. ഇയാളുടെ അമ്മ പോലീസ് ഉദ്യോഗസ്ഥയാണ്. സ്വാഭാവികമായും അവരുടെ തോക്കാണ് ഇയാൾ കൈക്കലാക്കി വിവേചനരഹിതമായി സർവകലാശാലയിൽ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ. 2 പേർ ആണ് ഇതിൽ മരിച്ചിരിക്കുന്നത്. ഇവർ വിദ്യാർത്ഥികളല്ല, ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ബാക്കി 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില അത്ര ഗൗരവമല്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും 20-കാരനായ ഈ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ് ഈ വിവേചനരഹിതമായി വെടിയുതിർത്തിട്ടുള്ളത്. അമ്മയുടെ തോക്കാണ്, പോലീസ് ഉദ്യോഗസ്ഥയായ അമ്മയുടെ തോക്കാണ് ഇയാൾ ഉപയോഗിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആ പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു തുടർ നടപടി എന്ന നിലയിൽ സർവകലാശാല അടച്ചിട്ടതായി അധികൃതർ പ്രഖ്യാപിക്കുന്നു. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വേണ്ട വിദ്യാർത്ഥികൾക്ക് അത് നൽകാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഒപ്പം ഈ പരിക്കേറ്റവർക്കുള്ള ആവശ്യമായ ചികിത്സകൾ നൽകിയിട്ടുണ്ട്. അവർ അപകടനില തരണം ചെയ്തു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മലപ്പുറത്ത് വീട്ടുപ്രസവത്തിനെതിരെ എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ ആരോഗ്യ വകുപ്പ് നടത്തുന്ന കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ, പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മതനേതാക്കളുടെ യോഗം വിളിച്ചത്. ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിന് പകരം വീടുകളിൽ പ്രസവം നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന സന്ദേശവും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റി ബോധവൽക്കരണം ശക്തമാക്കാനും വേണ്ടിയാണ് ജില്ലാ കളക്ടർ VR വിനോദ് മത, സാമുദായിക, സാംസ്കാരിക നേതാക്കളുടെ യോഗം വിളിച്ചത്. ഒരു മതവും പ്രസവത്തിന് ആശുപത്രികൾ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മതനേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മതസംഘടനകളുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണ ഉറപ്പു നൽകി. എല്ലാവരും തന്നെ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം, ഒരു മതവും ഹോം ഡെലിവറിയെ, വീട്ടിൽ നടക്കുന്ന പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നും ഇത്തരത്തിലുള്ള സന്ദേശം ഇങ്ങനെ നടത്താൻ പാടില്ല എന്നും അതിൽ അപകടങ്ങൾ, അതിൽ ഈ വീട്ടിൽ നടക്കുന്ന പ്രസവത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇന്നത്തെ മീറ്റിംഗിൽ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരുണ്ടായിരുന്നു, HODമാരുണ്ടായിരുന്നു, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഗൈനക്കോളജിസ്റ്റുമാരുണ്ടായിരുന്നു. അവരെല്ലാം ഇതിലെ അപകടങ്ങളെപ്പറ്റി വിശദീകരിച്ചു കൊടുക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പങ്കെടുത്ത എല്ലാ വിഭാഗവും പറഞ്ഞത്, ഞങ്ങളാരും തന്നെ വീട്ടിൽ നടക്കുന്ന പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇതിന് വ്യാപകമായ ബോധവൽക്കരണം വേണം, അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അവയർനെസ് കൊടുക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ നടത്തും, അതോടൊപ്പം തന്നെ ചില ആശങ്കകൾ അറിയിച്ചു, അതും പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു.
അതേസമയം അനാവശ്യമായി സിസേറിയൻ നടത്തുന്നതായും മറ്റും ആശുപത്രികളെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ഇതിനും കൃത്യമായ മറുപടി യോഗത്തിൽ നൽകിയതായി ജില്ലാ കളക്ടർ. എല്ലാവരും അവരവരുടെ മേഖലകൾ ബോധവൽക്കരണം നടത്താൻ തയ്യാറാണ്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു റെസ്പോൺസാണ് കിട്ടിയത്. ഇക്കാര്യം നമുക്ക് ജില്ലയിലെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന താനാളൂർ, മംഗലശ്ശേരി, ചെറിയമുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി തുടർ യോഗങ്ങളും ചർച്ചകളും വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് 18 മലപ്പുറം. പാതി വഴിയിൽ നിലച്ച് കലൂർ കടവന്ത്ര റോഡിലെ നടപ്പാത നവീകരണം. തുറന്നു കിടക്കുന്ന ഓടകൾ അപകടക്കെണിയായി മാറുന്നു. നടപ്പാതകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ വലിയ ദുരിതത്തിലുമാണ്. GCDയുടെ പിടിപ്പുകേടാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കലൂർ മെട്രോ സ്റ്റേഷനെയും കടവന്ത്ര മെട്രോ സ്റ്റേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിടനാഴി എന്ന നിലയിലാണ് നവീകരണ പദ്ധതി KMRL നടപ്പിലാക്കിയത്. ഫ്രഞ്ച് വികസന ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു പദ്ധതി ആരംഭിച്ചത്. സമയബന്ധിതമായി പണി പൂർത്തിയാകാതിരുന്നതോടെ ഏജൻസി സാമ്പത്തിക സഹായം നിർത്തലാക്കി. കരാർ കാലാവധി കഴിഞ്ഞതോടെ കരാറെടുത്ത കമ്പനി നിർമ്മാണ ജോലികൾ നിർത്തുകയും ചെയ്തു. കടവന്ത്ര മുതൽ കത്രിക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി വരെയും മറുവശത്ത് കടവന്ത്ര മുതൽ കട്ടാക്കര ജംഗ്ഷൻ വരെയുമായിരുന്നു വികസനം. എന്നാൽ റോഡ് പഴയ പോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. തുറന്നു കിടക്കുന്ന കാനകൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായും തുടരുന്നു. 2-3 വർഷമായി ഈ സ്ഥിതിയിൽ കിടക്കുകയാണ്. ഇവിടെ എത്ര ബ്ലോക്കായാലും ഈ മഴ പെയ്തിട്ട് എല്ലാം ഓവർഫ്ലോ ചെയ്ത് ഈ ഏരിയയിലേക്ക് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് താഴെയുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് ഈ വേസ്റ്റ് വെള്ളം. ഇവിടെ ചില ഹോട്ടലിൽ നിന്ന് വന്ന ഈ വേസ്റ്റാണ് ഈ കാണുന്നത്. ഈ കുറേ നെയ്യൊക്കെ ചേർന്നിട്ടുള്ള കിച്ചൺ ഐറ്റംസിൻ്റെ ഒക്കെ അത് എല്ലാം വീട്ടിൽ ഇവിടെയുള്ള അടുത്തുള്ള വീടുകളിലേക്ക് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കും. GCDയുടെ ഉടമസ്ഥതയിലാണ് റോഡ്. പദ്ധതികൾ പാതിവഴിയിൽ മുടങ്ങുന്നത് GCDയുടെ പിടിപ്പുകേടാണെന്ന് കൗൺസിലർ MG അരിസ്റ്റോട്ടിൽ പറഞ്ഞു. LSCD വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണിത്. ഇത് KMRL ഏറ്റെടുത്ത പദ്ധതിയാണ്. ഇതിന് ഫണ്ടിങ്ങിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിംഗ് ആണ് ഏറ്റവും പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫണ്ടിങ്ങിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കോടിക്കണക്കിന് രൂപ 30 കോടിയോളം രൂപ ഇതിനു വേണ്ടി ഫണ്ടിംഗ് ഏജൻസി നൽകുകയും ചെയ്തിട്ടും കലൂർ കടവന്ത്ര റോഡ് പാതിവഴിയിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിൽക്കുകയാണ് ഉണ്ടായത്. അതിന് കാരണം ഒരു ഭരണസമിതിയുടെ GCDയുടെ കെടുകാര്യസ്ഥയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പണി പൂർത്തിയാകേണ്ടത്. പദ്ധതിക്കായി 11.57 കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത്. ഇതിൽ 9 കോടി രൂപ ഇതിനകം ചിലവഴിച്ചു. തിരക്കേറിയ നഗരമാണ്. കാൽനട യാത്രക്കാർക്ക് സ്വസ്ഥമായി നടന്നു പോകാൻ ഒരു ഫുട്പാത്ത് പോലുമില്ല. ഉള്ളതാകട്ടെ പൊട്ടിപ്പൊളിഞ്ഞും വാഹനങ്ങൾ കയറ്റിവെച്ചും ഇലക്ട്രിക് പോസ്റ്റും മാത്രം. ഇനി എന്ന് നന്നാകും കലൂർ കടവന്ത്ര റോഡ് എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. ഇതെല്ലാം നന്നാക്കേണ്ട അധികൃതരാകട്ടെ ഇതൊന്നും കണ്ടില്ല എന്ന മട്ടും. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വ്യാജ പീഡനം എന്ന് പരാതിക്കാരി തന്നെ വെളിപ്പെടുത്തിയതോടെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കോട്ടയം ആയാങ്കുടി സ്വദേശിയായ ജോമോൻ. കോടതിയിൽ സത്യം പറഞ്ഞതിനു പിന്നാലെ യുവതി പള്ളിയിലെത്തി പരസ്യമായും തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞു. പാരാമെഡിക്കൽ സ്ഥാപനം ഉടമ 2017 1 മാസത്തോളമാണ് ഈ പരാതിയെ തുടർന്ന് ജയിലിൽ കിടന്നത്. 7 വർഷം നീണ്ട ദുരിത ജീവിതത്തിന് അറുതി വന്നിരിക്കുകയാണ് കോട്ടയം ആയാങ്കുടി സ്വദേശി ജോമോന്. 2017 ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനി തന്നെ പീഡന പരാതി നൽകുന്നു. വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് 1 മാസം ജയിൽവാസം. ഞാൻ 1 മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ശരിക്കും അതിനകത്ത് കിടന്ന് അനുഭവിച്ചു, നന്നായിട്ട് അനുഭവിച്ചു. കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. പിന്നീട് ഒരു കാലത്ത് ഈ കേസിന് ശേഷം ഞാൻ ഈ കേസ് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു. അത് വൈക്കം കോടതിയിൽ നിന്ന് പിന്നെ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു. എനിക്ക് ജാമ്യം കിട്ടുന്നു. 1 മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു. ജോമോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളോടാണ് പെൺകുട്ടി പറഞ്ഞത്. സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചതോടെ കോടതിയിലും മൊഴിമാറ്റി. പിന്നീട് പള്ളിയിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ആത്മഹത്യയെക്കുറിച്ച് പലതവണ ചിന്തിച്ചു. കുറ്റവാളിയായി മരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ജീവിച്ചത്.
പക്ഷെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ എന്നും കുറ്റവാളിയായി കാണുന്ന മനുഷ്യർ ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്ന് ജോമോൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വെറുത്തു, ഞങ്ങളെ വെറുത്തു. അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത് പലരുടെയും പ്രേരണയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ വീട് വന്ന് റെയ്ഡ് ചെയ്യുന്നു, സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നു. പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്നു. കുട്ടികളെല്ലാം പറയുന്നു സാർ അങ്ങനെ ചെയ്യാലെന്ന് പറയുന്നു. എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു. അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കിയേക്കുമായിരുന്നു. അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മതിപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പ്രതിസന്ധി കാലത്ത് ഭാര്യയും കുടുംബവും ഒപ്പം നിന്നതാണ് ജീവിതത്തിൽ ജോമോന് ആശ്വാസമായത്. സ്ഥാപനത്തിലെ തർക്കങ്ങളാണ് പിന്നീട് പ്രതികാരത്തിലേക്ക് എത്തിച്ചതെന്ന് ജോമോൻ വിശ്വസിക്കുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിന് കാലപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിയിൽ രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ജനാധിപത്യം ഇന്ത്യ ഉദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു വിമർശനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈലായി മാറിയിരിക്കുകയാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് രാഷ്ട്രപതിയോട് നിർദ്ദേശിച്ച സുപ്രീംകോടതി ഉത്തരവിനെ ആശങ്കാജനകമെന്നായിരുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിശേഷിപ്പിച്ചത്. Who issued a mandamus virtually to the president and presented a scenario it will be law of the land have forgotten the power of the constitution. സുപ്രീം കോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ഉപരാഷ്ട്രപതിയുടെ അസാധാരണമായ വിമർശനം. സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാരുണ്ടെന്നും രാജ്യത്തെ നിയമം അവർക്ക് ബാധകമല്ലാത്തതിനാൽ അവർക്ക് ഉത്തരവാദിത്വമില്ലെന്നും ഉപരാഷ്ട്രപതി. Indian Prime Minister will be a global leader of that level. India is respected all over. We cannot have situation where you direct President of India. And on what basis? The only right you have under the Constitution is to interpret the Constitution under Article 145(3). There it has to be 5 judges or more. ഭരണഘടനയെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനുമെന്നാണ് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഭരണഘടന അനുസരിക്കുമെന്ന് സത്യം ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. ആർട്ടിക്കിൾ 145(3) പ്രകാരം ഭരണഘടന വ്യാഖ്യാനിക്കാൻ മാത്രമാണ് ജുഡീഷ്യറിക്കുള്ള അധികാരം. 5 അതിലധികമോ ജഡ്ജിമാരുടെ ബെഞ്ച് വേണം ഇത് ചെയ്യാനെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇസ്രയേലിന്റെ കടുത്ത നിയന്ത്രണങ്ങളും സൈനിക നടപടികളും കാരണം ഗാസയിൽ ഹമാസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ഹമാസിന് പണമെത്തുന്ന വഴികളെല്ലാം ഇസ്രയേൽ അടച്ചതോടെ ശമ്പളവും ദൈനംദിന ചെലവുകളും അടക്കം പ്രതിസന്ധിയിലായെന്നാണ് റിപ്പോർട്ട്. പോരാട്ടം തുടരാൻ ഹമാസിനിപ്പോൾ മുഖ്യ തടസ്സം ആയുധങ്ങളുടെയോ പോരാളികളുടെയോ ക്ഷാമമല്ല, പണക്ഷാമമാണ്. ഹമാസിന് പണം വരുന്ന വഴികളെല്ലാം ഇസ്രയേൽ അടച്ചു. ഗാസയിലേക്ക് പണം എത്തിക്കുന്നവരെയും സ്ഥാപനങ്ങളെയും അടക്കം ഇസ്രയേൽ പൂട്ടി. ഗാസ മുനമ്പിൽ ശേഖരിച്ചിരുന്ന പണം വിതരണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സംവിധാനത്തിലും കടുത്ത നിയന്ത്രണം ഇസ്രയേൽ കൊണ്ടുവന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ശമ്പളം നൽകാനും ദൈനംദിന പ്രവർത്തന ചെലവിനും ഹമാസ് പ്രയാസപ്പെടുന്നതായാണ് റിപ്പോർട്ട്. റംസാൻ മാസത്തിൽ ശമ്പളത്തിന്റെ പകുതി മാത്രമാണ് നൽകിയത്. യുദ്ധം തുടങ്ങും മുമ്പ് $500 മില്യൺ കരുതൽ പണശേഖരം ഹമാസിനുണ്ടായിരുന്നതായി കണക്കാക്കുന്നു. ഖത്തറിൽ നിന്ന് പ്രതിമാസം $15 മില്യൺ വീതവും ലഭിച്ചിരുന്നു. പണം മുടങ്ങിയതോടെ ബാങ്ക് ഓഫ് പലസ്തീനിൽ നിന്നും $150 മില്യൺ ഹമാസ് പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. പട്ടിണിയിലായ ജനങ്ങളെ സഹായിക്കാൻ ഹമാസിന് കഴിയാതെ വരുമ്പോൾ ജനങ്ങളുടെ പിന്തുണ കുറയുമെന്നും ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇറാനിൽ നിന്നും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വരുന്ന ആഴ്ചകളിൽ ക്രൂഡ് ഓയിൽ വില ഉയരുമെന്ന് വിലയിരുത്തൽ. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ 1.3% ഉയർന്ന ബാരലിന് $66.69 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ 1.5% ഉയർന്ന ബാരലിന് $63.39